കോട്ടയം മെഡിക്കൽ കോളേജിൽ 3 നില കെട്ടിടം തകർന്നു വീണ് നിലംപൊത്തി ഒരു സ്ത്രീക്ക് ജീവൻ നഷ്ടമായി. ആ സ്ത്രീക്ക് ജീവൻ നഷ്ടമായതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ സംഭവങ്ങളുടെ സീക്വൻസ് നമ്മൾ കാണിക്കുമ്പോൾ എവിടേക്കാണ് വീഴ്ച പറ്റിയത്, മന്ത്രിമാരുടെയൊക്കെ പ്രതികരണം എങ്ങനെയായിരുന്നു എന്നത് ഗൗരവതരമായി നമ്മളാകെ ചർച്ച ചെയ്യുന്നത്. തലയോരപ്പുറം സ്വദേശിനി ബിന്ദുവാണ് ഈ സംഭവത്തിൽ മരിച്ചത്. അപകടത്തിൽപ്പെട്ട 2 പേർ പരിക്കുകളുടെ ചികിത്സയിൽ കഴിയുന്നു. തകർന്നു വീണത് ഉപയോഗിക്കാത്ത കെട്ടിടമാണ് എന്ന മന്ത്രിമാരുടെയും ആശുപത്രി അധികൃതരുടെയും എല്ലാ നിലപാട് അത് ഈ രക്ഷാപ്രവർത്തനെ വൈകിപ്പിച്ചു എന്നാണ് യാഥാർത്ഥ്യം. വൻ പ്രതിഷേധമാണ് പിന്നാലെ കോട്ടയം മെഡിക്കൽ കോളേജിൽ നമ്മൾ കണ്ടത്. അന്വേഷിച്ച് വീഴ്ചയെങ്കിൽ നടപടി എന്ന് പറഞ്ഞ് തടിയൂരാനാണ് മന്ത്രിമാരുടെ ഇപ്പോഴത്തെ ശ്രമം. ജീവനെടുത്ത ഈ അനാസ്ഥയ്ക്ക് ആരാണ് ഉത്തരം പറയുക? നമുക്കിപ്പം വിവരങ്ങളുമായി സംഭവം നടന്ന കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് ഷിനോജ് ശ്രീയും ശ്രീ കെ അഭിലാലും രഘുനാഥ് നാരായണനും ചേരുന്നുണ്ട്. ആദ്യം ഷിനോജിലേക്ക് ആദ്യം രഘുനാഥ് നാരായണനിലേക്ക് പോകാം. ആദ്യം ഷിനോജിലേക്ക് പോകാം. ഷിനോജ്, നോക്കൂ, ഈ അപകടം നടന്ന ഷിനോജിന് ഫോൺ കോളുകൾ അവിടെ നിന്നുള്ള PG വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നാണ് വരുന്നത്. അവിടെ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഷിനോജ് എത്തുന്നുണ്ട്, മന്ത്രിമാരും പിന്നാലെ എത്തുന്നു. മന്ത്രിമാർ ആദ്യം ശ്രമിച്ചത് എന്തിനാണ്? ഇതൊരു ചെറിയ അപകടമാണ്, പരിക്ക് പറ്റിയ ആളുകൾക്ക് സാരമുള്ള പരിക്കൊന്നുമില്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയാണ്. അത് കഴിഞ്ഞ് രക്ഷാപ്രവർത്തനം ആരംഭിച്ചത് പോലും മണിക്കൂറുകൾ കഴിഞ്ഞാണ്. ഈ മണ്ണുമാന്തി യന്ത്രം എത്തിയത് 12:30 കൂടിയാണ്. അപ്പോൾ അത്രയും മണിക്കൂർ കഴിഞ്ഞാണ് ആ മണ്ണിനടിയിൽ, ആ കെട്ടിടത്തിനടിയിൽ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നുള്ള പരിശോധന പോലും ആരംഭിച്ചത്. മണിക്കൂറുകൾ വെറുതെ പാഴാക്കി മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി ന്യായീകരണ ക്യാപ്സ്യൂളുകൾ വിളമ്പി. ആര്യ, തീർച്ചയായും ആര്യ, ഈ രാവിലെ 10 മണി മുതൽ 12 ബ്രേക്കിംഗ് അവേഴ്സ് സമയത്താണ് ഈ വാർത്ത വരുന്നത്. 10:30 കൂടി വരുന്നു. നമ്മൾ ആദ്യം ഈ ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് നമ്മെ വിളിച്ച് പറയുന്നത് ഇത്തരത്തിലൊരു വലിയ അപകടം നടന്നിട്ടുണ്ട്, പലരും ജീവൻ കൊടുത്തുകൊണ്ട്. പ്രത്യേകിച്ച് ഒരു സർജറി വാർഡാണ്, ഓർത്തോ വാർഡാണ്. അപ്പോൾ കൈയും കാലും ഒക്കെ കമ്പിയിട്ട് കിടന്ന രോഗികളാണ്. അവരെയൊക്കെ തന്നെ ജീവൻ കൊണ്ട് ഓടുന്നു, മറ്റ് സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് ഓടുന്നു എന്നാണ് ഈ വിദ്യാർത്ഥികളൊക്കെ ആദ്യം വിളിച്ച് പറയുന്നത്. ഇവിടേക്ക് നമ്മൾ എത്തുന്ന സമയത്ത് നമ്മൾ കണ്ട കാഴ്ചയും ഏകദേശം അതിന് സമാനമായത് തന്നെയായിരുന്നു. പ്രത്യേകിച്ച് ചുവര് പൊളിച്ച് രോഗികളെയൊക്കെ തന്നെ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറ്റുന്നു. ആ തരത്തിലുള്ള കാഴ്ചയാണ് ഇവിടെ എത്തിയ സമയത്ത് നമ്മൾ ആദ്യം കാണുന്ന കാഴ്ച എന്ന് പറയുന്നത്. തുടർന്ന് നമ്മൾ എത്തി ഏകദേശം ഒരു 10-15 മിനിറ്റ് കഴിയുന്ന സമയത്താണ് ഈ സ്ഥലവിമല കൂടിയായിട്ടുള്ള മന്ത്രി VN വാസവൻ എത്തുന്നു. അതിനൊപ്പം തന്നെ ആരോഗ്യമന്ത്രി വീണ ജോർജും ഇവിടേക്ക് എത്തുന്നു. ഇവർ ആദ്യ ഘട്ടത്തിൽ നൽകിയ മറുപടി പ്രതികരണം എന്ന് പറയുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇവിടെ അങ്ങനെ രോഗികളെ പ്രവേശിപ്പിക്കുന്ന സ്ഥലമല്ല. 1-2 പേർ അവിടെ ഉണ്ടായിരുന്നു, ആർക്കും പരിക്കില്ല, കുഴപ്പമൊന്നുമില്ല, ഒരു പഴയ കെട്ടിടമാണ്. ഇതൊന്നും വലിയ സംഭവമായി നിങ്ങൾ റിപ്പോർട്ട് ചെയ്യണോ എന്ന ആരോഗ്യമന്ത്രി ചോദിച്ചില്ലെന്നേ ഉള്ളൂ. അതിന് സമാനമായിരുന്ന ആരോഗ്യമന്ത്രിയുടെ മറുപടി. ആ കെട്ടിടത്തിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചിരുന്നത്, എന്താണ് അവിടെ നടന്നിരുന്നത്, അവിടെ എങ്ങനെയാണ് ആളുകൾ എത്തിയത്, ഒരു സ്ത്രീ മരിക്കാനിടയായ സാഹചര്യം എന്താണ്, ആ കെട്ടിടം യഥാർത്ഥത്തിൽ എന്തിനു വേണ്ടി പ്രവർത്തിച്ചിരുന്നതാണ്, എന്തുകൊണ്ട് രക്ഷാപ്രവർത്തനം വൈകി, ഇങ്ങനെ നിരവധി ചോദ്യങ്ങളുണ്ടല്ലോ ഈ മന്ത്രിമാരുടെ അവരുടെ വിശദീകരണം. അത് നമുക്ക് മുഖവിലയ്ക്ക് എടുക്കാതിരിക്കാൻ കഴിയുമ്പോൾ രതീഷ്, രാവിലെ രതീഷും ആര്യയുമായിരുന്നു പലതവണ ചോദ്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. ഞാൻ ചോദിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, കാരണം ഇനി ഈ കോൺക്രീറ്റ് പാളികൾക്കിടയിൽ ആരെങ്കിലും കുടുങ്ങിക്കിടപ്പുണ്ടോ, അത്തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ എന്ന് പലതവണ ചോദിക്കുന്നുണ്ട്. ആ സമയത്തൊക്കെ തന്നെ നമുക്ക് ലഭ്യമാകുന്നതൊക്കെ ഔദ്യോഗികമായിട്ടുള്ള വിവരമെന്ന് പറയുന്നത് ഒന്നുകിൽ പോലീസാണ്, അല്ലെങ്കിൽ ഈ സ്ഥലത്തുള്ള മന്ത്രിമാരാണ്. അവർ തന്നെ പറയുകയാണ് മറ്റ് അപകടങ്ങളൊന്നും തന്നെ ഇല്ല. ഇവിടെ പറ്റിയിട്ടുള്ള ആകെ അപകടമെന്ന് പറയുന്നത് 3 പേർക്ക് പറ്റിയിട്ടുള്ള ചെറിയ രീതിയിൽ അപകടമാണ്. ചെറിയ രീതിയിൽ പരിക്കുണ്ടായിട്ടുണ്ട്. അത് ഒരു കുട്ടിക്കാണ്, 11 വയസ്സുള്ള അലീന എന്ന് മാത്രം പറയുന്ന പേരുള്ള കുട്ടിക്ക് ചെറിയ രീതിയിൽ അപകടം ഉണ്ടായിട്ടുണ്ട്. അത് പരിക്കാണ്, കാഷ്വാലിറ്റിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മറ്റ് അപകടങ്ങളൊന്നും തന്നെ ഇല്ല. കോൺക്രീറ്റ് ആ കെട്ടിടമെന്ന് തന്നെ പറയുന്നത് അവിടെ ആരും തന്നെ കയറാത്ത സ്ഥലമാണ്, അവിടെ അങ്ങോട്ട് ആരും പോകാറില്ല. അതുകൊണ്ട് തന്നെ മറ്റ് അപകടങ്ങളൊന്നും തന്നെ ഇല്ല. സ്വാഭാവികമായും ഇത്തരത്തിലൊരു അപകടം നടക്കുമ്പോൾ നമുക്കറിയാം, ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ ആദ്യം ഒരു സന്നദ്ധമായി എത്തുന്നത് ഇവിടുത്തെ യുവജന സംഘടന, DYFI, യൂത്ത് കോൺഗ്രസും ഉൾപ്പെടെയുള്ള സേവാഭാരതി ഉൾപ്പെടെയുള്ള സംഘടനകളൊക്കെ തന്നെ വലിയ രീതിയിൽ, പ്രത്യേകിച്ച് ഒരു മെഡിക്കൽ കോളേജാണ്, ജൂനിയർ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ വലിയ രീതിയിൽ, പ്രത്യേകിച്ച് ഈ രോഗികളെ ഉൾപ്പെടെ മറ്റ് സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറ്റുന്നതിൽ വളരെ ഉത്സാഹപൂർവ്വം, വളരെ താല്പര്യത്തോടെ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അവർ പ്രവർത്തിച്ചിരുന്നെങ്കിൽ, ഇവിടെ ആദ്യ ഘട്ടത്തിൽ വീഴ്ച വരുത്തിയത് ഈ സംവിധാനങ്ങൾ തന്നെയാണ്. കാരണം അവർ പറയുന്നു തന്നെ, ആദ്യ ഘട്ടത്തിൽ തന്നെ പറയുന്നു, ഇനി മറ്റൊരു ജീവൻ ഇതിന്റെ അടിയിലില്ല, ഇനി പരിശോധിക്കേണ്ട കാര്യമില്ല എന്ന തരത്തിലേക്കുള്ള മറുപടികൾ ഈ ഉദ്യോഗസ്ഥരിൽ നിന്നും അതുപോലെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാരുടെ പ്രശ്നമാണ്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ അനാസ്ഥയെ കുറിച്ച്, അവിടുത്തെ ഓപ്പറേഷൻ പോലും മുടങ്ങുന്ന സാഹചര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ, ഒരു വകുപ്പ് മേധാവി പറഞ്ഞപ്പോൾ ആരോഗ്യമന്ത്രി സിസ്റ്റത്തിന്റെ പ്രശ്നമാണ്. ഇതും സിസ്റ്റത്തിന്റെ പ്രശ്നമല്ലേ? ഇതാണോ സിസ്റ്റം ഇടിഞ്ഞ് താഴെ വീണാണ് ഒരാൾക്ക് ജീവൻ നഷ്ടമായതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതല്ലാതെ വലിയ അനാസ്ഥയാണ് ഉണ്ടായത്. അപ്പം ഷിനോജ് പറഞ്ഞതുപോലെ ആവർത്തിച്ച് നമുക്ക് ആദ്യം തോന്നുക എന്താണ്, ആ തകർന്നു വീണ് കിടക്കുന്ന കെട്ടിടത്തിനുള്ളിൽ ആരെങ്കിലും കുടുങ്ങി കിടക്കുന്നുണ്ടോ എന്നാണ്. സ്വാഭാവികമായും ഏത് മനുഷ്യന്റെ മനസ്സിലേക്ക് നമ്മൾ രാവിലെ ഷിനോജിനോട് തന്നെ പല തവണ ചോദിച്ചിരുന്നു, രക്ഷാപ്രവർത്തനം പൂർത്തിയായ അടിയിൽ ആരെങ്കിലും കുടുങ്ങിക്കിടപ്പുണ്ടോ
കുഴപ്പമുണ്ട് എന്താണ്? അപ്പോൾ ഷിനോജും പറയുന്നുണ്ട് ഫയർഫോഴ്സ് അവരാണ് അവസാനമായി മറുപടി പറയേണ്ടത്, അക്കാര്യത്തിൽ അവർ വിശദീകരണം ഇതുവരെ വന്നിട്ടില്ല, അവർ തിരയാൻ ശ്രമിക്കുന്നുണ്ട് എന്നൊക്കെയാണ്. അതെ, നമുക്ക് എന്തായാലും വീണ ജോർജിന്റെ പ്രതികരണത്തിലേക്ക് പോകാം. കോട്ടയം മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്നു വീണ് സ്ത്രീ മരിച്ച ശേഷവും സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ ആവർത്തിക്കുകയാണ് മന്ത്രി വീണ ജോർജ്. രക്ഷാപ്രവർത്തനത്തിൽ വീഴ്ച ഉണ്ടായിട്ടില്ല എന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് 2 പേർക്ക് മാത്രമേ പരിക്കുള്ളൂ എന്ന് പറഞ്ഞതെന്നും വീണ ജോർജ് പറയുന്നു. കഴിഞ്ഞ 2017-18 കാലയളവിലാണ് ഇതിനൊരു ഫണ്ട് അനുവദിക്കപ്പെടുന്നത്. ആ നിലയിൽ ഒരു സർജിക്കൽ ബ്ലോക്ക് നിർമ്മിക്കുന്നതിന് കാലഹരണപ്പെട്ടോ എന്നുള്ള, അല്ലെങ്കിൽ ഇത് കാലപ്പഴക്കം കൊണ്ട് ഈ ബിൽഡിംഗ് ഉപയോഗിക്കാൻ പറ്റില്ലയോ എന്നുള്ളൊക്കെ പരിശോധനകൾ നടന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് 21-22 കാലഘട്ടത്തിൽ നമ്മൾ ഇതിൻ്റെ നിർമ്മാണം ആരംഭിച്ചു. ഇതിന് യാതൊരുവിധ താമസവും ഉണ്ടായിട്ടില്ല. 8 നിലകളിലുള്ള കെട്ടിടമാണ്. 8 നിലകളിൽ വളരെ വിസ്തീർണമുള്ള ഒരു കെട്ടിടമാണ്. എല്ലാ സൗകര്യങ്ങളോടും കൂടിയ കെട്ടിടമാണ്. അതിന് ഈ നിർമ്മാണം വളരെ കൃത്യമായി തന്നെ നടന്ന് ഇതിന് ഷിഫ്റ്റിങ്ങിന് വേണ്ടിയിട്ടാണ്. അനുസരിച്ചിട്ടുള്ള പ്ലാൻ മെഡിക്കൽ കോളേജ് തയ്യാറാക്കി അത് മുന്നോട്ട് പോവുകയും ചെയ്യുന്നൊരു സാഹചര്യത്തിലാണ് ഇത് ഉണ്ടായത്. ദുഃഖകരമായ കാര്യമാണ്. ബാക്കി ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ ഈ പറഞ്ഞ ഞാൻ എങ്ങനെ ഇൻഫോംഡ് ആയി എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് അല്ലേ. അപ്പോൾ ഞാനിനി അത് ചെയ്യാവുന്ന എന്താണ്, നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഇത് അത് നമുക്ക് ജില്ലാ കളക്ടർ അത് പരിശോധിച്ചു. HDCയുടെ ചെയർമാൻ കൂടിയാണല്ലോ. ആരോഗ്യമന്ത്രിയുടെ ന്യായവാദമാണ് കേട്ടത്. അവിടെ നിന്ന് ലഭിച്ച വിവരത്തിൻ്റെ എന്തിനാണ് ഇത്ര തിടുക്കം? വേഗത്തിൽ ഇങ്ങനെ ഒരു കെട്ടിടം ഇടിഞ്ഞു വീണു എന്ന് പറയുമ്പോൾ അത് കെട്ടിടമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് ഒരു കെട്ടിടത്തിന്റെ ഭാഗം വീണു എന്ന നിലയിൽ നിസ്സാരവൽക്കരിക്കുന്ന എന്തിനാണ്? ഒരു ദുരന്തമുണ്ടായാൽ, ഒരു സംഭവമുണ്ടായാൽ, അപകടമുണ്ടായാൽ അതിനെ ഉൾക്കൊള്ളുകയും അതിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുകയുമല്ലേ വേണ്ടത്. ഇത് ആരോഗ്യമന്ത്രിക്കെതിരായ എന്തോ പ്രവർത്തനത്തിന്റെ ഭാഗമാണെന്ന് ആരോഗ്യമന്ത്രി വാക്കുകളിൽ എപ്പോഴും ഉണ്ടല്ലോ. നിങ്ങളെല്ലാവരും, മാധ്യമങ്ങളെ എല്ലാവരും ആരോഗ്യമന്ത്രിയെ ആക്രമിക്കാൻ വളഞ്ഞു നിൽക്കുന്നു എന്ന ധ്വനിയിലാണ് ആരോഗ്യമന്ത്രി എപ്പോഴും സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും പറയേണ്ടി വരുന്നത്. ആരോഗ്യമന്ത്രി എന്തിനാണ് അങ്ങനെ കരുതുന്നത്? ഇത് നിസ്സാരമായൊരു സംഭവം എന്ന നിലയിൽ ലാഘവത്വത്തോടുകൂടി കൈകാര്യം ചെയ്ത് നമ്മൾ കണ്ടതാണ്. അതിന് പിന്നാലെയാണ് സ്ത്രീ മരിച്ചു എന്ന വിവരം പുറത്തു വന്നത്. ഈ മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്ന സംഭവത്തിൽ മന്ത്രിമാർക്കെതിരെ പ്രതിപക്ഷ ഉൾപ്പെടെ രംഗത്ത് വരുന്നു. ആളില്ലാത്ത കെട്ടിടം എന്ന് മന്ത്രിമാർ പറഞ്ഞതാണ് രക്ഷാപ്രവർത്തനം വൈകാൻ കാരണം എന്നതാണ് പ്രതിപക്ഷ നേതാവിന്റെ വിമർശനം.